ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിനീസ് കിച്ചൺ. ഇന്ന് നമ്മൾ കൂൺ കൊണ്ടൊരു സൂപ്പാണ് ഉണ്ടാക്കുന്നത്. മഷ്റൂം സ്വീറ്റ് കോൺ സൂപ്പാണ് ഉണ്ടാക്കുന്നത്. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു സൂപ്പാണിത്. വളരെ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന്. അപ്പോൾ ഇതുണ്ടാക്കാനായിട്ട് ഞാനിവിടെ ഒരു 10 ബട്ടൺ മഷ്റൂം എടുത്തിട്ടുണ്ട്. ഇതിന് നന്നായിട്ട് കഴുകിയതിന് ശേഷം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 3/4 കപ്പ് വെള്ളം കൂടി ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്ത് വെക്കാം. ഇനി ഒരു പാൻ ചൂടാക്കി നമുക്കിതിലേക്ക് 1 ടേബിൾ സ്പൂൺ ബട്ടർ ഇട്ട് കൊടുക്കാം. ബട്ടർ ഒന്ന് മെൽട്ടായി വരുമ്പോൾ നമുക്കിതിലേക്ക് 1 ടീസ്പൂൺ വെളുത്തുള്ളി അരിഞ്ഞ് ചേർത്ത് ഒന്ന് വഴറ്റി കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു സവാളയുടെ പകുതി ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് വഴറ്റിയെടുക്കാം. സവാളയൊന്ന് വാടി വരുന്നവരെ വഴറ്റി കൊടുത്താൽ മതിയാകും. ഇനി ഇതിലേക്ക് 1/2 കപ്പ് സ്വീറ്റ് കോൺ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിൻ്റെ കൂടെ തന്നെ അരിഞ്ഞു വെച്ചിരിക്കുന്ന മഷ്റൂം കഷ്ണങ്ങൾ ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് വീണ്ടും ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പം മഷ്റൂമൊക്കെ ഒന്ന് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 4 ഗ്ലാസ് വെള്ളം ചേർത്ത് കൊടുക്കാം. ഇനി ഇതൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് അടച്ചു വെച്ച് ഒരു 10 മുതൽ 15 മിനിറ്റ് വരെ ഒന്ന് തിളപ്പിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 15 മിനിറ്റ് കഴിഞ്ഞ് നമുക്കിനി ഇത് തുറന്ന് നോക്കാം. ഇപ്പം മഷ്റൂമൊക്കെ നന്നായിട്ട് വെന്ത് നല്ല കുറുകി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ സമയം ഉപ്പൊക്കെ ചെക്ക് ചെയ്തിട്ട് ആവശ്യമുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്യാം. നമുക്കിനി ഇതിലേക്ക് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിരിക്കുന്ന കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കാം. ഇനി ഫ്ലെയിം കുറച്ച് വെച്ചതിന് ശേഷം നമുക്കതൊന്ന് ഇളക്കി കൊടുക്കാം. ഇനി ഇതിലേക്ക് 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1/4 കപ്പ് സ്പ്രിംഗ് ഒനിയൻ ചെറുതായി അരിഞ്ഞതും കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ സ്പ്രിംഗ് ഒനിയനൊക്കെ ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുത്താൽ മതിയാകും. ഇനി ഇത് 1-2 മിനിറ്റ് ഒന്ന് തുടർച്ചയായിട്ട് ഇളക്കി കൊടുക്കുക. ഫ്ലെയിം നന്നായിട്ട് കുറച്ച് വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. കണ്ടില്ലേ, ഇപ്പോൾ സൂപ്പൊക്കെ നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് അവസാനമായിട്ട് 1 ടീസ്പൂൺ സോയ സോസും 1 ടീസ്പൂൺ പഞ്ചസാരയും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കിയെടുക്കുക. അപ്പോൾ ഈ സോയ സോസൊക്കെ ഉണ്ടെങ്കിൽ മാത്രം ചേർത്താൽ മതിയാകും, ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. അങ്ങനെ നമ്മുടെ മഷ്റൂം സ്വീറ്റ് കോൺ സൂപ്പ് ഇവിടെ റെഡി ആയിരിക്കുകയാണ്. നമുക്കിനി ഫ്ലെയിം ഓഫ് ചെയ്യാം. നമുക്കിനി ഇതൊരു സെർവിങ് പ്ലേറ്റിലേക്ക് മാറ്റാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സൂപ്പാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യണം. നിങ്ങൾക്ക് റെസിപ്പി ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ല്. അതുപോലെ ആദ്യമായിട്ടാണ് നിങ്ങൾ ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ല്. താങ്ക്